ഹായ് എവരിവൺ, വെൽക്കം വൺസ് മോർ ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ഇതിഹാസം എന്നറിയപ്പെടുന്ന സിട്രോൺ എന്ന കമ്പനിയുടെ C3 എന്ന് പറയുന്ന കാറാണ്. ഇത് എൻ്റെ സ്വന്തം കാറാണ്. കഴിഞ്ഞ 1.5 വർഷമായി യൂസ് ചെയ്യുന്ന എൻ്റെ സ്വന്തം കാറാണ്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം വൺസ് മോർ ടു മൈ ചാനൽ. അപ്പോൾ സിട്രോൺ എന്ന കമ്പനിയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. കാരണം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരുപാട് പരിചിതമായിട്ടൊരു കമ്പനിയല്ല സിട്രോൺ എന്ന് പറഞ്ഞ കമ്പനി. 1919 ആൻഡ്രെ സിട്രോൺ എന്നൊരാൾ ഫ്രാൻസിൽ സ്ഥാപിച്ച ഈ കമ്പനി 2021 സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവരെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം ആദ്യം C5 എന്ന മോഡലാണ് ഇവരാദ്യമായിട്ട് കൊണ്ടുവരുന്ന മോഡൽ. അത് അത്യാവശ്യം വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു വണ്ടി ആയതുകൊണ്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് C3 എന്ന് പറയുന്ന ഈ മോഡൽ അവർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ C3 മോഡൽ ഏകദേശം ഇറങ്ങി 1 വർഷം ആകാറായ സമയത്താണ് ഞാനിത് വാങ്ങുന്നത്. ഇപ്പോൾ സിട്രോൺ C5ഉം C3യും കൂടാതെ ഇവർക്ക് 2 മോഡലുകളുണ്ട്. ഒന്ന് സിട്രോൺ C3 എയർക്രോസും പിന്നെ ബസാൾട്ടുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കമ്പനിയുടെ ഓവറോൾ ഒരു വിശേഷങ്ങൾ. ഇനി നമുക്ക് കൂടുതൽ അവതരിപ്പിക്കാതെ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ലുക്സിലോട്ട് വരാം. അപ്പോൾ ഈ വണ്ടിയുടെ ഡിസൈനിൽ ഏറ്റവും യൂണീക്കായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് സിട്രോണിൻ്റെ ആ ലോഗോ, ആ ഡബിൾ ആരോയുടെ ലോഗോ മേളിലോട്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്ന 2 DRലോട്ടാണ്. അതിൻ്റെ നടുക്കായിട്ടാണ് അവർ ആ ഹെഡ്ലൈറ്റ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ എല്ലാം താഴെയാണ് വലിയൊരു എയർ ഡാം വരുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇവിടെ ഒരു ഗ്രില്ല് ആണെന്ന് തോന്നുമെങ്കിലും ഗ്രില്ലിൻ്റെ അവിടെ വേറെ വിടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യത്തിൽ ഇതാണ് അതിൻ്റെ ഗ്രില്ല് വരുന്നത്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഫോഗ് ലാമ്പും ഉണ്ട്. ഇത് സിട്രോൺ C3യുടെ ഷൈൻ മോഡലാണ്. അതിനാണ് ഫോഗ് ലാമ്പ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ എക്സ്ട്രാ ചെയ്യിക്കേണ്ടി വരും അതിൻ്റെ താഴോട്ടുള്ള മോഡലുകൾക്ക്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് ആ ഒരു അലോയ് വീലാണ്. അലോയ് വീലിൻ്റെ ആ ഒരു പൂ പോലത്തെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതൊരു മൈക്രോ SUV സെഗ്മെൻറ്റിൽ പെടുന്നൊരു വണ്ടിയാണ്. പക്ഷേ സിട്രോൺ എന്തുകൊണ്ടോ ഇതിനെ ഹാഷ് ബാക്ക് എന്നാണ് വിളിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അത് ഞാൻ എക്സ്ട്രാ ചെയ്യിച്ചതാണ്. അതിൻ്റെ നടുക്ക് കാണുന്ന ഈ ഒരു ക്രോമിയം കട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കാണുന്നതും എക്സ്ട്രാ ചെയ്യിച്ചതാണ്. പിന്നെ ഇതിൻ്റെ മിറേഴ്സിലോട്ട് വരികയാണെങ്കിൽ മിറേഴ്സ് അകത്തുനിന്ന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ ഇലക്ട്രിക്കലി ഫോൾഡിങ് അല്ല, ഇത് നോർമൽ ഫോൾഡിങ് തന്നെയാണ്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മേളിൽ റെയിൽസ് കാണാം. റെയിൽസ് ഫങ്ഷനൊന്നുമല്ല, ജസ്റ്റ് ഫോർ ഷോ ആണത്. പിന്നെ സിട്രോണിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു കമ്പനി വന്ന് വണ്ടി ഇറക്കുമ്പോൾ അവരാദ്യം ചിന്തിക്കുന്ന ഏറ്റവും കൂടുതൽ ഫീച്ചറുകൾ വെച്ചിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ സിട്രോണിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ ആദ്യം വന്ന മോഡലുകൾക്കൊന്നും ഈ പറയുന്ന പോലെ ഏതാനും കുറച്ച് ഫീച്ചേഴ്സ് ഇല്ല. ഞാൻ വഴിയെ പറയാം, കുറച്ച് ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഡലുകൾ പിന്നെ പുതുക്കി ഇറക്കുമ്പോഴാണ് അവർ കുറേ ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതിൽ എക്സാമ്പിൾ പറയാനുള്ള ഇപ്പോൾ എനിക്ക് കിട്ടിയതായും ഇതിനു മുമ്പ് എന്നെക്കാളും മുമ്പ് എടുത്തവർക്ക് കിട്ടാത്തതായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ കാണുന്ന റിയർ വൈപ്പറിൻ്റെ മൗണ്ട് മാത്രമുള്ള പല മോഡലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഈ ഒരു റിയർ വൈപ്പർ അതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് LED ലൈറ്റുകൾ ഒന്നും അവൈലബിൾ അല്ല. എല്ലാം നോർമൽ ഹാലജൻ ലൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതുപോലുള്ള ചെറിയ സ്മോക്ഡ് ഗ്ലാസിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട് അതൊക്കെ. പിന്നെ ഇവിടെ സിട്രോണിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാണാം. പിന്നെ പിന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിട്രോണിൻ്റെ ഒരു ബ്ലാക്ക് ലോഗോയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു റിയർ ക്യാമറയും കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. 315 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റായിട്ടൊരു ബൂട്ട് സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 2 സൈഡിലും ഹാങ്ങേഴ്സ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ ഒന്നുമില്ല. പിന്നെ ഈ ട്രേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് എക്സ്ട്രാ വീല് വരുന്നുണ്ട്. അതിന് സ്റ്റീൽ കട്ട് വീല് തന്നെയാണ് വരുന്നത്, അലോയ്സ് ഒന്നുമല്ല. പിന്നെ ഇവിടെ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ. പിന്നെ ബാക്ക് ഗ്ലാസ്സിന് ഡീഫോഗർ വരുന്നുണ്ട്. ഡീഫോഗറും വൈപ്പറും ഷൈൻ വേരിയൻറ്റിന് അന്ന് എക്സ്ക്ലൂസീവായിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കാം. പിന്നെ സിട്രോണിൻ്റെ എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്.
ഈ ഡോറ് തുറന്നിട്ട് അടയുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഒന്ന് നോക്കിയോ, അല്ലേ? ഒരു തമ്പ് സൗണ്ട് ഉണ്ട് അതിന്. അതുകൊണ്ട് തന്നെ അറിയാം ഡോർ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കാറുകളിൽ നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫേർട്ട് എടുത്താലേ ആ ഡോറ് വരുള്ളൂ. അപ്പോൾ അത്രത്തോളം ഒരു ഷെല്ലിൻ്റെ ക്വാളിറ്റിയിൽ അവർ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം. ഓക്കെ, ഉള്ളിലോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വളരെ യൂണീക്കായിട്ട് ചെയ്തേക്കുന്ന ഡിസൈനാണ്. ഇത് മറ്റൊരു കാറിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും AC വെൻ്റ് വന്നേക്കുന്നത് വെർട്ടിക്കലായിട്ടാണ്. ഈ രണ്ട് സൈഡിലും വെർട്ടിക്കലായിട്ടാണ് AC വെൻ്റ് വന്നേക്കുന്നത്. അത് ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഡിസൈൻ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് വളരെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു AC വെൻറ്റിൻ്റെ മേലോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു അലുമിനിയം ഫിനിഷ്, ഒരു ചെറിയ പ്ലേറ്റ് കാണാം. ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. അത് കൂടാതെ പിന്നെ ഇവിടെ വരുന്ന AC വെൻ്റ് ഇതൊരു തിരിച്ചും മറിച്ചും ഇട്ട പോലെ ഒരു വെറൈറ്റി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് AC അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ, ഇവിടെ ഒരു 12 വോൾട്ട് ചാർജർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു USB പോർട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്നത് ഇത് കണ്ടാൽ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു ട്രേ പോലെ മാത്രമാണ്. അതിൻ്റെ താഴെ 2 കോഫി കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ കുറച്ച് ഹാർഡ് സൈഡാണ്. അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ ലോക്ക് ബട്ടണും നമ്മുടെ മിററിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടണും നമുക്ക് കാണാം. പിന്നെ ഈ ഗ്ലാസ് 1 ടച്ച് ഡൗൺ ആണ് ഗ്ലാസിൻ്റെ ഈ ബട്ടൺ. പക്ഷേ തിരിച്ച് നമ്മൾ വെക്കുന്നത് 1 ടച്ച് അല്ല, നോർമലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസൈൻ വൈസ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു 10 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ്. അതിൻ്റെ ഹൈറ്റ് വളരെ കുറച്ചിട്ട് ഒരു വൈഡ് സ്ക്രീൻ ഡിസൈനാണ് അതിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവേഴ്സ് വ്യൂ കണ്ടില്ലേ, ഒരു രീതിയിലും നമ്മളുടെ സൈറ്റിനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലാണ് ആ ഒരു TFT ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അവിടെ വന്നേക്കുന്നത്. അതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ മുതലായ ഫീച്ചേഴ്സൊക്കെ, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ 35 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അതിശയമായിട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ ആസ് എ ഓണർ എനിക്ക് കുറച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഈ ഒരു മീറ്റർ ഗേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കിയേ, ഇതൊരു ഇവിടുത്തെ ഒരു സ്കൂട്ടറിനോ അല്ലെങ്കിൽ 150 cc ഒരു ബൈക്കിനോ ഇതിലും നല്ലൊരു സ്പീഡോമീറ്റർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇത് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കാണിക്കാം. ആ കുറേ ലൈറ്റ്സ് വന്നിട്ട് പോയി കഴിഞ്ഞാൽ ആ നടുക്ക് കാണുന്ന ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതിൻ്റെ UK മോഡലിൽ, എന്നുവെച്ചാൽ സിട്രോൺ C3യുടെ UK മോഡലിൽ അതിൻ്റെ മീറ്റർ ഗേജ് ഞാനൊരു സൈഡിൽ കാണിക്കാം. അവിടെ 2 സൈഡിലും ഓരോ അനലോഗ് മീറ്റർ കൂടെ ഉണ്ട്. ഈ നടുക്കത്തെ മീറ്ററാണ് ബാക്കി ഇതുപോലുള്ള ബേസിക് എല്ലാ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അത് മാത്രം ആണ് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നേക്കുന്നത്. ബാക്കി 2 മീറ്ററും UK പോയി. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത്രയും വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ളപ്പോൾ ഇതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. എന്തായാലും അപ്പോൾ അതാണ് എനിക്കൊരു ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു കാര്യം. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന എയർക്രോസിനും ബസാട്ടിലും ഒക്കെ ഇതേപോലത്തെ തന്നെ മീറ്റർ കൺസോൾ, പക്ഷേ അതിനകത്ത് ഡിജിറ്റലി ഒരു നല്ലൊരു ഭംഗിയുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡലിൽ ഇതാണ് വന്നേക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ സ്പേസൊക്കെ ഒന്ന് കാണാം. എൻ്റെ ഹൈറ്റ് 5'7" ആണ്. ഈ ഡ്രൈവർ സീറ്റ് മാക്സിമം പുറകോട്ടാണ് വലിച്ചിട്ടേക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് കാല് അത്യാവശ്യം നല്ല വിസ്തരിച്ച് വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നല്ല തൈ സപ്പോർട്ട് കേട്ടോ. ഇവിടെ ഒരു ബമ്പ് പോലെ വരുന്ന ഇതുള്ളതുകൊണ്ട് നല്ല തൈ സപ്പോർട്ട് കിട്ടും. നമുക്ക് ദീർഘദൂരം ഇരുന്ന് പോയാലും നമുക്ക് യാതൊരു രീതിയിലുള്ള നമുക്കൊരു ക്രാം ഫീലിങ്ങോ ഒന്നും തോന്നത്തില്ല. പിന്നെ ഇതിൻ്റെ റിയർ വിൻഡോയുടെ ബട്ടൺസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും കാണാം. പിന്നെ ഇവിടെ 2 USB പോർട്ടും കാണാം. ഇത്രയൊക്കെ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ സീറ്റ് എല്ലാത്തിൻ്റെയും ഹെഡ് റെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഉള്ളിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം.
ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ റൈഡിങ് കംഫർട്ടാണ്. കാരണം സിട്രോണിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ട്രേഡ് മാർക്കാണ്. ഇവരെ സസ്പെൻഷന് കൊടുത്തേക്കുന്ന ഒരു വിശേഷണം തന്നെ മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ പറക്കുന്ന പരവതാനി എന്നാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾക്കിത് ഓടിക്കുമ്പോൾ അത് തന്നെ തോന്നുന്നത്. ഒരു പോട്ട് ഹോൾസോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബമ്പ് പോലും അകത്തോട്ട് അറിയാത്ത രീതിയിൽ വളരെ നൈസായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ വണ്ടി കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. 1045 കിലോയോളം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണിത്. ചെറിയ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ആ വെയിറ്റ് നമുക്ക് ഓടിക്കുമ്പോഴും നമുക്ക് ആ റോഡിൽ കൂടെ നമുക്ക് ആ റോഡിൽ സീറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത്രത്തോളം വെയിറ്റ് ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ പ്ലസ് ഈ വെയിറ്റ് രണ്ടും കൂടെ ആകുമ്പോൾ ഇത് ശരിക്കും ഒരു റൈഡർ കംഫോർട്ടിനെ അധിഷ്ഠിതമാക്കി ഉണ്ടാക്കിയ ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. കാരണം കംഫോർട്ടിനാണ് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. കംഫോർട്ട്, ബിൽഡ് ക്വാളിറ്റി അതുപോലുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ ഊന്നൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 80 bhp പവറും 110 Nm ടോർക്കുമാണ് ഇതിന് വന്നേക്കുന്നത്. ഇതിൻ്റെ നോർമൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണിത്. അത് കൂടാതെ ഒരു ടർബോ വേരിയൻ്റ് കൂടെ ഈ എഞ്ചിനുണ്ട്. 1.2 ലിറ്റർ എഞ്ചിനാണിത്. അപ്പം ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 70 വരെ വളരെ ലീനിയറായിട്ട് പോകുന്നൊരു വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ ഈ എഞ്ചിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറിയിട്ട് ഭയങ്കര പവർ ഔട്ട്പുട്ടുള്ള എഞ്ചിനായിട്ട് മാറുക. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വണ്ടി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടർബോ വേരിയൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. 3 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടർ 1.2 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സ്മൂത്ത്നെസ് ആണ്. സ്റ്റിയറിംഗ് ലൈറ്റർ എന്ന് വെച്ചാൽ ഇത്രയും ലൈറ്റർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റിനോ ക്വിഡ് ആണ്. ക്വിഡിൻ്റെയും ഇതുപോലെ തന്നെയാണ്. റിനോ ക്വിഡ് അറിയാലോ, റിനോ ഫ്രഞ്ച് കമ്പനിയാണ്. എന്തുകൊണ്ടോ 2 പ്രാവശ്യവും ഞാൻ എടുത്തത് ഫ്രഞ്ച് കമ്പനിയുടെ വണ്ടികൾ തന്നെയാണ്. സോ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ലൈറ്റ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നമുക്കിപ്പം ഇത് കണ്ടില്ലേ, എനിക്ക് ഒരു ജസ്റ്റ് നമുക്കൊരു 2 വിരലുണ്ടെങ്കിൽ അത് വളരെ നൈസായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവാം. അത്രയും സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇതിനുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ AC ആട്ടോ. AC എന്ന് വെച്ചാൽ അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് റിയർ AC ഇല്ല, പക്ഷേ അത്രയും പവറുള്ള AC ആയതുകൊണ്ട് തന്നെ റിയർ AC യെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ശരിക്കും റിയർ AC ആവശ്യമില്ല. ഇപ്പം ഇത് മിനിമത്തിലാണ് ഇട്ടേക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിന്റെ ഒരു ചൂടും ഇതൊക്കെ വെച്ച് പറഞ്ഞാലും പുറകെ ഇരിക്കുന്നവർ ഇടയ്ക്ക് പറയും AC ഒന്ന് കുറയ്ക്കാമെന്ന് ചോദിക്കും. അതുപോലെ പവറുള്ള AC ആണ് ഇത്. അപ്പം അതുകൊണ്ട് റിയർ AC കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് AC-യുടെ കാര്യം. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഗിയറിന്റെ കാര്യം കേട്ടോ. ഗിയർ കുറച്ച് ടൈറ്റ് ആണ്. അത് മാത്രമാണ് കുറച്ച് എനിക്കൊരു ഡിസ്കംഫർട്ടായിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യാം. ഡിസ്കംഫർട്ട് അല്ല, ഇപ്പൊ യൂസ്ഡ് ആയി ഞാൻ. പക്ഷെ മറ്റു കാറുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ബലത്തിൽ അതിന്റെ ഗിയറെ പിടിക്കുമ്പോൾ ഗിയർ പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് പോരുന്ന പോലെ ഒരു ഫീലുണ്ട്. കാരണം ഇതിന്റെ ഗിയർ ലിവർ തന്നെ കുറച്ചൊരു ഇത്തിരി നമ്മുടെ ഓട്ടോ ഗിയർ കാറുകളുടെയൊക്കെ ഗിയർ കാണുന്ന ഒരു മോഡലിലാണ് ഇതിന്റെ ഗിയർ ഇരിക്കുന്നത്. പക്ഷേ അത് നമ്മളൊന്ന് പിടിച്ചിടണം. ആദ്യം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഇത് കുറച്ച് ടൈറ്റർ ആണല്ലോ എന്ന് ഫീൽ ചെയ്യും. പിന്നെ ക്ലച്ച് ഒക്കെ വളരെ സ്മൂത്താണ്. ക്ലച്ചും നമ്മുടെ ആക്സിലേറ്ററും എല്ലാം വളരെ സ്മൂത്താണ്. പിന്നെ ഇതിന്റെ മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനി ഇത് ക്ലെയിം ചെയ്യുന്നത് 19.5 ആണ് ഇതിന്റെ മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും കിട്ടുന്നത് ഒരു 15-നും 14-നും ഇടയ്ക്കാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ വണ്ടി യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ടൗൺ ഏരിയയിലാണ്. അത് കൂടാതെ കുറച്ച് മാത്രമേ ശരിക്കും ഹൈവേ വരുന്നുള്ളൂ. കൂടുതൽ വണ്ടി ഓടുന്നത് ഒരു ആലപ്പുഴ ചേർത്തല റൂട്ടിലാണ് കൂടുതൽ ഓടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മൈലേജ് കിട്ടാത്തതിന് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പരാതി പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്ഥലത്ത് ക്ലച്ച് അധികമായിട്ട് യൂസ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നുണ്ട്. ബ്രേക്കിംഗ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വളരെ ഫുൾ സ്ട്രെച്ച് ആയിട്ട് റോഡിൽ ഇവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് കിട്ടുമായിരിക്കാം. ഓക്കെ, എനിവേ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് ഓരോ ആൾക്കാരുടെ റൈഡിങ് സ്റ്റൈലിൽ ഡിപ്പെൻഡബിൾ ആയിട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലിറ്ററാണ് വരുന്നത്. അത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ടാങ്ക് റേഞ്ച് നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഇപ്പോൾ ഈ 19 മൈലേജ് പറയുന്നതിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്ക് റേഞ്ച് കിട്ടും ഇതിന്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് മൈലേജിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് കോസ്റ്റുകളാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്നൊരു കാര്യമാണ് സർവീസ് കോസ്റ്റ്. സർവീസ് കോസ്റ്റ് എനിക്ക് പെയ്ഡ് സർവീസുകളെല്ലാം എനിക്കിപ്പോൾ 4,500 രൂപ വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ആകുന്നത്. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ
ചെറിയൊരു എക്സ്ട്രാ വർക്ക് കൂടി ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു 1000 കൂടെ എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എക്സ്ട്രാ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC-യുടെ വെൻ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു 1000 കൂടെ എക്സ്ട്രാ ആയത്. അല്ല, സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു കൺസേൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയിലാണുള്ളത്. ഇതിൻ്റെ സർവീസ് കളമശ്ശേരി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ സർവീസ് അവർ സെൻറ്റേഴ്സ് കൂട്ടുമെന്നാണ് പറയുന്നത്, പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം അതെനിക്ക് ഉള്ളൊരു ഡിസ്കംഫോർട്ടാണ്. കാരണം ഈച്ച് ആൻഡ് എവരി ടൈം അവരൊന്ന് വണ്ടി പിക്ക് ചെയ്തോളും, പക്ഷേ എന്നാലും നമ്മൾ പെട്രോൾ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ വണ്ടിയും കൊണ്ട് പോയിക്കോളും. അത് കുഴപ്പമൊന്നുമില്ല. സർവീസ് അവിടെ ചെന്നിട്ട് കറക്റ്റായിട്ട് അവർ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് അയക്കുകയും അവിടുന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അങ്ങ് അവിടുന്ന് തിരിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ നമുക്കെടുത്ത് അയച്ചു തരികയൊക്കെ ചെയ്യും. ആ കാര്യത്തിലൊക്കെ വളരെ ആപ്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സെയിൽസിൻ്റെ കാര്യത്തിൽ ഞാനായിട്ട് ഡീൽ ചെയ്ത എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പുള്ളി വളരെ കോപ്പറേറ്റീവാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. സാധാരണ വണ്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിൽസ് സെക്ഷനിലോട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലർ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇതൊരു പ്രാവശ്യം ഇതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ട്, ഒരു ചെറിയ ഓയിലിൻ്റെ ചെറിയൊരു ഹീറ്റിംഗ് കംപ്ലൈൻറ്റ് വന്നിട്ട് ഞാൻ ഈ സെയിൽസ്മാനെ തന്നെ വിളിച്ചിട്ട് പുള്ളി രാത്രി 8:30 പുള്ളി ഫോൺ എടുത്ത് പുള്ളി അത് ക്ലാരിഫൈ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ഞാൻ പുള്ളിയുടെ പേരും ഇതും കോൺടാക്റ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എൻക്വയറിക്കൊക്കെ ആളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ സർവീസിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് ടെസ്റ്റ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു 60 നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കാം ആസ് യൂഷ്വൽ. വണ്ടി വളരെ സീറ്റഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള വോബ്ലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കംഫോർട്ടോ ഒന്നും നമ്മളെ ഫീൽ ചെയ്യിച്ചില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ കംഫർട്ടബിളാണ്, വളരെ കോൺഫിഡൻ്റ് ആണ് സിട്രോൺ C3 എന്ന് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ റിവേഴ്സ് ക്യാമറ കൂടെ ഒന്ന് നോക്കാം നമുക്ക്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അഡാപ്റ്റീവ് ഗ്രിഡൊന്നും ഇതിന് അവൈലബിൾ അല്ല, നോർമൽ ഗ്രിഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിട്രോൺ C3യുടെ വിശേഷങ്ങൾ. ഈ കാറിനെ കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ ബൈ.